Hello friends, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് garlic mayonnaise ആണ്. ഷവർമയുടെ ഒക്കെ കൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന garlic mayonnaise ആണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഫസ്റ്റ് ഇതിനായിട്ട് വേണ്ടത് 2 മുട്ടയാണ്. 2 മുട്ടയുടെ എഗ് വൈറ്റും 1 മുട്ടയുടെ എഗ് യോക്കാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതുപോലെ എടുത്തിട്ടുണ്ട്. ഒരു എഗ് യോക്ക് നമുക്ക് മാറ്റി വെക്കാം. അതിന്റെ ആവശ്യമില്ല. ഇനി അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് ഈ മുട്ട നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 2 ഗാർലിക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. മിക്സിയുടെ ചമ്മന്തിയൊക്കെ അരക്കുന്ന ബാക്ക് സ്പീഡിലാണ് അരക്കേണ്ടത്, 1-2 സ്പീഡിലല്ല. അപ്പോൾ ബാക്ക് സ്പീഡിൽ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പ് പിന്നെ 1 ടീസ്പൂൺ വിനീഗറും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ബാക്ക് സ്പീഡിൽ നന്നായി അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ബാക്ക് സ്പീഡിൽ അരക്കാൻ പോവുകയാണ്. ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് മാത്രം ചേർത്തിട്ടേ ഇറക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ മയോണൈസ് ഫുൾ വെള്ളമായി പോവും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം ചേർത്ത് ഒന്ന് അരച്ച് നോക്കിയപ്പോൾ ഇത് ഇത്ര കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എത്ര കട്ടി വേണോ അത്രയും പ്രാവശ്യം നിങ്ങൾ ഓയിൽ ചേർത്ത് വീണ്ടും അരച്ച് ഇതേ മെത്തേഡ് റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുകയാണ്. എന്നിട്ട് വീണ്ടും 1ാമത്തെ സ്പീഡിലാണ് ഞാൻ ഗ്രൈൻഡ് ചെയ്യുന്നത്. ഇനി മുതൽ ബാക്ക് സ്പീഡിലല്ല, ഫസ്റ്റ് സ്പീഡിലാണ് ഗ്രൈൻഡ് ചെയ്യേണ്ടത്. നമ്മുടെ മയോണൈസ് ആദ്യം എപ്പോഴാണോ കട്ടിയായി വരുന്നത് ആ സമയം മുതലാണ് നമ്മൾ ഫസ്റ്റ് സ്പീഡിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ എൻ്റെ മയോണൈസ് കട്ടിയായി വന്നിട്ടുണ്ട്. ഇതിനേക്കാളും കട്ടിയായിട്ട് വേണമെങ്കിൽ ഇനിയും ഓയിൽ ചേർത്ത് ഇതേ മെത്തേഡ് റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഗാർലിക് മയോണൈസ് റെഡിയാണ്. നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള മറ്റ് റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ടാപ്പ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. മാത്രമല്ല ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.